ഹലോ, കാനഡയിലെ നമ്മുടെ ടെമ്പററി റെസിഡന്റ് വിസ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള കുറച്ച് ഓപ്ഷൻസ് ചോദിച്ച് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെ പറ്റിയിട്ടാണ്. വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ, എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ആദ്യത്തെ വഴി എന്ന് പറയുന്നത് എലിജിബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു PR പാത്വേ വഴി നമ്മൾ ഫയൽ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ഒരു ഡിസിഷൻ ആവുന്നത് വരെ കാനഡയിലെ സ്റ്റേ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ബ്രിഡ്ജിംഗ് ഓപ്പൺ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. രണ്ടാമതായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ നിലവിലുള്ള എംപ്ലോയറുമായിട്ട് സംസാരിച്ച് നമ്മുടെ വിസ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സാധ്യതകളെ പറ്റിയിട്ട് അന്വേഷിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ LMA വഴി നമുക്ക് പുതിയൊരു ജോബ് ഓഫർ തരാൻ പറ്റുന്ന എംപ്ലോയറെ കണ്ടെത്തുക. അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നമുക്ക് വർക്കൗട്ട് ആയില്ല, കാനഡയിൽ സ്റ്റേ എങ്ങനെയെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്താൽ മതി എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മുടെ വർക്ക് പെർമിറ്റ് എക്സ്പയർ ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വിസിറ്റർ വിസയിലേക്ക് അപ്ലൈ ചെയ്ത് മാറാവുന്നതാണ്. അതുപോലെ തന്നെ ചിന്തിക്കാൻ പറ്റുന്ന അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ചെറിയ എന്തെങ്കിലും ഒരു ബിസിനസ് കാനഡയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിലും നമ്മുടെ വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റാർട്ടപ്പ് വിസയിലേക്ക് മാറാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കാനഡയിലെ സ്റ്റേ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തത്. ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഇതിലും നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്. വെൽക്കന്നാടി.